ജീവിതമെന്ന പാഠപുസ്തകത്തിൽ പഠിക്കാൻ പാഠങ്ങളേറെയുണ്ട്. ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. ഞാൻ ബയോളജി അധ്യാപികയായിരുന്നു. ഒരിക്കൽ ബയോളജി ക്ലാസ്സിൽ കാർഷിക വിളകളെക്കുറിച്ചുള്ള ചർച്ചയിൽ കുട്ടികൾ പങ്കെടുക്കുകയായിരുന്നു. ക്ലാസ്സിൽ 1-ാം സ്ഥാനം വാങ്ങുന്ന കുട്ടി ചോദിച്ചു, ടീച്ചർ, ചേനയുണ്ടാകുന്ന മരത്തിന് ഒരുപാട് പൊക്കം വയ്ക്കുമോ? ചില കുട്ടികൾ വായ പൊത്തി ചിരിച്ചു, ചിലർ വായ പൊളിച്ചിരുന്നു. എന്താണ് ചേനയെന്നായി ചിലർ കണ്ടിട്ടില്ലാത്രേ. ചെറിയ ടൗണിലെ 8-ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം. ചിലർക്കറിയാം അവനവൻ കഴിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്നും അവയുണ്ടാവുന്നത് എങ്ങനെയാണെന്നും. ഇന്ന് ഭൂരിഭാഗം കുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. പ്രകൃതിയിലേക്ക് ഇറങ്ങാനും മണ്ണിൽ ചവിട്ടി നടക്കാനും സൂര്യനെയും ചന്ദ്രനെയും കാണാനും കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ്. 4 വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു സംസ്കാരം ശീലിക്കുന്ന കുട്ടികൾ സ്കൂളിലും അതുതന്നെ തുടരും, ജീവിതത്തിലും. ബാല്യത്തിൽ 8 വയസ്സ് വരെ എന്തൊക്കെ കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അനുഭവിച്ചറിയുന്നുവോ അതായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതാന്ത്യം വരെയുള്ള അനുഭവങ്ങൾ നിർണ്ണയിക്കുന്നതെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളുടെ കണ്ണും കാതും നന്മകളിലേക്ക് തുറന്നു വയ്ക്കാൻ ഓരോ രക്ഷിതാവിനും സാധിക്കട്ടെ. വാൽകഷ്ണം. പിറ്റേന്ന് തന്നെ വീട്ടിൽ നിന്ന് വിത്തുചേന കൊണ്ടുപോയി, ഒപ്പം ചാണകവും കരിയിലയും. 8-ാം ക്ലാസ്സുകാരെ കൊണ്ട് ചാക്കിൽ നടിയിപ്പിച്ചു. വിളവെടുത്ത ചേനയിലൊന്ന് ആ കുട്ടിക്ക് സമ്മാനമായി വീട്ടിൽ കൊടുത്തയച്ചു. അടുത്ത ദിവസം അത് മെഴുക്കുപുരട്ടി വെച്ച് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് വിളമ്പിയപ്പോൾ ആ കുട്ടിയുടെ കണ്ണിലെ തിളക്കം കാണേണ്ടതായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് ജിജ്ഞാസയുണ്ട്. പഠനത്തിൻ്റെ പേരിൽ അത് തല്ലിക്കെടുത്തുന്ന സംസ്കാരം നമുക്ക് അവസാനിപ്പിക്കുവാൻ സമയമായി. സ്കൂളിലെ പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം ജീവിതവും പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ജീവിതമെന്നത് അനുഭവ പാഠങ്ങളിലൂടെ പഠിക്കേണ്ട സിലബസാണ്. പ്രകൃതി പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ജീവിതത്തിൻ്റെ അന്ത്യകാലമാവുമ്പോഴായിരിക്കും നമ്മൾ നേടിയ അറിവുകളൊന്നും ജീവിതം മെച്ചപ്പെടുത്തുവാൻ സഹായിച്ചിരുന്നില്ല എന്ന് സ്വയം തിരിച്ചറിയുന്നത്. സ്വയം ഒരു പരാജയമായി പോയി എന്ന് തോന്നുന്നതും അപ്പോഴായിരിക്കും. ഇക്കാലത്ത് വളരെയേറെ ആളുകൾ ഈ അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിൽ എത്തിക്കുന്നുമുണ്ട്. 60-ഓ 70-ഓ വയസ്സാവുമ്പോൾ എൻ്റെ ജീവിതം പാഴായി പോയി എന്ന് ഇനി ഒരു വ്യക്തിക്കും തോന്നാനിടയാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ അവസ്ഥ ഉണ്ടാകരുതെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. സ്കൂൾ സിലബസിലെ ഒരു പാഠഭാഗത്തും ജീവിതം പഠിപ്പിക്കുന്നില്ല. പണം സമ്പാദിക്കേണ്ടതിൻ്റെ ആവശ്യമെന്തെന്ന് കുട്ടികൾ അറിയുന്നില്ല. മൂല്യത്തോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യമെന്താണെന്നും അറിയുന്നില്ല. അച്ഛനമ്മമാരോടും കുടുംബത്തോടും സമൂഹത്തോടും കൂട്ടുകാരോടും പ്രതിബദ്ധത പുലർത്തേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണെന്ന് മനസ്സിലാക്കുന്നുമില്ല. അതൊന്നും വേണ്ട, അവനവനെ സ്നേഹിക്കാൻ പഠിക്കുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അറിയുന്നില്ല, സ്വയം ബഹുമാനിക്കണമെന്ന് തിരിച്ചറിയുന്നില്ല, ഏത് സാഹചര്യത്തെയും അതേപടി ഉൾക്കൊള്ളാൻ അറിയില്ല, ക്ഷമയോടെ കാത്തിരിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സാധിക്കുന്നില്ല. ഈ ഭാരങ്ങളെല്ലാം ചുമന്ന് ജീവിക്കുന്നതിനിടയിൽ സ്വയം ചിന്തിക്കാനും മറക്കുന്നു. നന്ദിയോടെ ജീവിക്കുമ്പോൾ നന്ദി പറയാനുള്ള കൂടുതൽ അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുവെന്ന് കുട്ടിക്കാലത്ത് തന്നെ പഠിക്കട്ടെ.